കാസർഗോഡ് ജില്ലാ ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടത്തി. ജലാശയ മലിനീകരണ നിയന്ത്രണ ബോധവൽക്കരണ ക്ലാസോടുകൂടി നീലേശ്വരം കോട്ടപ്പുറത്തെ താജ് ക്രൂയിസിലാണ് യോഗം സംഘടിപ്പിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, കാഞ്ഞങ്ങാട്. നീലേശ്വരം കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനലിൽ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും ശുചിമുറികൾ ഉൾപ്പെടെയുള്ള ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും കാസർഗോഡ് ജില്ലാ ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കോട്ടപ്പുറത്തെ ഹൗസ് ബോട്ടുകളുടെ ഹബ്ബായി മാറ്റുക, 1 കിലോമീറ്റർ വരുന്ന BRDC നിർമ്മിച്ച റോഡിന്റെ ഇരുവശങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുക, ടെർമിനലിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം പ്രമേയമായി മുന്നോട്ട് വെച്ചു. കോട്ടപ്പുറം താജ് ക്രൂയിസിൽ വെച്ച് ചേർന്ന ജനറൽ ബോഡി യോഗം തൃക്കരിപ്പൂർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ വിൽസൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഹൗസ് ബോട്ടുമായി ബന്ധപ്പെട്ട സുരക്ഷയെക്കുറിച്ചും ജലാശയ മലിനീകരണ നിയന്ത്രണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. സീനിയർ CPOമാരായ സനോജ് കുമാർ, കലേഷ് എന്നിവരും സംബന്ധിച്ചു. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ നേടിയ ഫയർഫോഴ്സ് റിട്ടയർഡ് ഓഫീസർ KV മനോജ് കുമാർ ഫയർ ആൻഡ് സേഫ്റ്റിയെക്കുറിച്ചുള്ള ക്ലാസുകൾ കൈകാര്യം ചെയ്തു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KV വിനോദ് കുമാർ അച്ചാന്തുരുത്തി സ്വാഗതവും ട്രഷറർ പ്രദീപൻ ഭൂമിമിത്ര നന്ദിയും പറഞ്ഞു. സംഘടനയുടെ 2026-27 വർഷത്തേക്കുള്ള പ്രസിഡന്റായി RK കമ്മത്തിനെയും ജനറൽ സെക്രട്ടറിയായി പ്രമോദ് കൈപ്പാട്ടിലിനെയും ട്രഷററായി പ്രദീപ് ഭൂമിത്രയെയും തെരഞ്ഞെടുത്തു. TP ഭരതൻ അച്ചാന്തുരുത്തിയാണ് വൈസ് പ്രസിഡന്റ്. ജോയിന്റ് സെക്രട്ടറി സുനിൽ കീഴ്മാലയും. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.